രാജ്യത്തെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസിന്റെ വിശേഷങ്ങൾ നമുക്കറിയണ്ടേ. ഡൽഹി ഹോസ്കസ് IIT ക്യാമ്പസിലാണ് ഈ പോസ്റ്റ് ഓഫീസ് ഉള്ളത്. 90% സേവനങ്ങളും ഡിജിറ്റൽ രൂപത്തിലാക്കി മാറിയ ഈ തപാൽ ഓഫീസിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ജെൻസി വിപ്ലവം പോസ്റ്റ് ഓഫീസുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പോസ്റ്റ് ഓഫീസ് അത് പൂർണ്ണമായും ജെൻസി വൈബിലുള്ളതായിരിക്കണം എന്നതാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നമ്മുടെ കോട്ടയം CMS കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ പോസ്റ്റ് ഓഫീസ് ഇവിടെ ഡൽഹിയിലാണ്. ഡൽഹി ഹോസ്കസ് IIT ക്യാമ്പസിലെ ആ ജെൻസി പോസ്റ്റ് ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. ഒരു പഴയ കെട്ടിടത്തിൽ ചുവന്ന പെട്ടി, ഇതാണ് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഓർമ്മ. എന്നാൽ ആ സങ്കല്പങ്ങളെ പൂർണ്ണമായും മാറ്റുകയാണ് ഡൽഹി ഹോസ്കസ് IIT ക്യാമ്പസിലെ പോസ്റ്റ് ഓഫീസ്. സ്വീകരണമുറി, ആകർഷകമായ ചുവർ ചിത്രങ്ങൾ, കഫ്റ്റീരിയ എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളാണ് ന്യൂജൻ പോസ്റ്റ് ഓഫീസിനുള്ളത്. പഴയ രീതിയിലുള്ള നീണ്ട ക്യൂ ഇവിടെ ഇല്ല. ഡിജിറ്റൽ സർവീസുകൾ, QR കോഡ് സംവിധാനം, പുതിയ സ്റ്റാമ്പുകൾ തത്സമയം പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്ന മൈ സ്റ്റാമ്പ് പ്രിന്റർ എന്നിവയൊക്കെയാണ് പ്രധാന പ്രത്യേകതകൾ. Are providing here all type of saving schemes and postal services here, and as you know, the post office is a symbol of trust, and with this Gen Z post office we are connecting the students and the faculties of IIT Delhi. It is different from the traditional post offices we have been seeing since our childhood. This new design and then this Gen Z post office which they are saying is a completely new idea, and I believe that this will attract more current generation students and people to attend. സേവനങ്ങൾ 90% ഡിജിറ്റൽ വഴിയാണ് ലഭ്യമാക്കുന്നത്. അടുത്ത മാസം 15-നുള്ളിൽ രാജ്യത്ത് ഇത്തരത്തിലുള്ള 46 തപാൽ ഓഫീസുകൾക്ക് ജെൻസി ടച്ച് നൽകാനാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ തീരുമാനം. ആദ്യം കാണുമ്പോൾ ഒരു കഫ്റ്റീരിയയും റെസ്റ്റോറൻ്റായിട്ടും ഒക്കെ തോന്നും. പക്ഷേ നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസുകൾ ജെൻസി വത്കരിച്ചാൽ എങ്ങനെയിരിക്കും അതിൻ്റെ നേർസാക്ഷ്യമാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളിൽ ഇത്തരം പോസ്റ്റ് ഓഫീസുകൾ ഉടൻ സജ്ജമാക്കുമെന്നാണ് കേന്ദ്ര തപാൽ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം YS അഭിനന്ദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.